ഹായ് ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്, ഐ ആം ആതിഫ് റഹ്മാൻ. അപ്പോൾ ഞാൻ ഇന്ന് ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി ആണ്. അപ്പോൾ എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ. അപ്പോൾ അത് പ്രമാണിച്ച് ഞാൻ ഇന്ന് കുറച്ച് ഭാഗം എൻ്റെ വീടിൻ്റെ പരിസരം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അധികം ഭാഗമൊന്നുമില്ല. അപ്പോൾ മഴ പെയ്ത് ഇവിടെ ഇത്തിരി പുല്ലൊക്കെ വളർന്ന് കാട് പോലെ ആയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ ക്ലീൻ ചെയ്യും. അധികം ഭാഗമൊന്നുമില്ലെങ്കിലും കുറച്ച് ഭാഗം ഞാൻ ക്ലീൻ ചെയ്ത് ഭംഗിയാക്കും. അപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുകയാണ്. എനിക്ക് പറ്റുന്ന പോലെ വൃത്തിയാക്കി വന്നിട്ടുണ്ട് കുറച്ച് ഭാഗത്ത്. നമ്മുടെ അടുത്ത പണി എന്ന് വെച്ചാല് ഒരു ടാക്കി കൊണ്ട് ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കുകയാണ്. ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ചെടിച്ചട്ടിയാണ്. അങ്ങനത്തെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും പിന്നെ ഞാൻ ഇതിൽ കുറച്ച് മണ്ണ് നിറച്ചു. പിന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒന്നും നശിപ്പിച്ച് കളയാൻ പാടില്ല, നമുക്ക് കത്തിക്കാനും പാടില്ല. നമുക്ക് ചെടി ഒക്കെ വെക്കാൻ അത് നല്ലതാണ്. പിന്നെ ചിരട്ട, ഇതൊരു പൊട്ടിയ ഗ്ലാസ്സാണ്. പൊട്ടിയ ഗ്ലാസ്സൊക്കെ നമുക്ക് ഇതിന് ഉപയോഗിക്കാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. നമ്മൾ സ്കൂളിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ഇത് ടീച്ചർമാരുടെ കൂടെ ചെയ്യേണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ ഗാർഡൻ്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എൻ്റെ ഗാർഡന് ഒരു പേരിട്ടിട്ടുണ്ട്, ഡാഫോഡിൽസ്. അപ്പോൾ മഹാത്മാഗാന്ധി നമ്മളോട് പറയുന്നത് ക്ലീൻനെസ്സിനെ കുറിച്ച്. തോട്ട്സ് ഓഫ് മഹാത്മാഗാന്ധി ഓൺ ക്ലീൻനെസ്. Cleanliness is next to godliness. Sanitation is more important than independence. ശുചിത്വം ദൈവഭക്തിയോളം തന്നെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഗാന്ധിജി നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ശരീരം എപ്പോഴും ശുചിയായി വയ്ക്കണമെന്നും റോഡിൽ തുപ്പരുതെന്നും അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. ഈ കൊറോണ കാലത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ധാരാളം പ്രധാനപ്പെട്ടതാണ്. ഗാന്ധിജിയെ പോലെ വിദ്യാർത്ഥികളായ നമ്മൾ സത്യം പറഞ്ഞുകൊണ്ട്, ശുചിത്വം പാലിച്ചുകൊണ്ട്, ലളിതമായ ജീവിതം നയിച്ചുകൊണ്ട് മറ്റുള്ളവരെ മാതൃകയാക്കാൻ ശ്രമിക്കാം. നന്ദി. ജയ് ഹിന്ദ്.